കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരുമല്ലൂർ. MLA വിഷുക്കൈ നീട്ടം ഏറ്റുവാങ്ങി ആഹ്ലാദം പങ്കുവച്ച് ആശാവർക്കർമാർ. KJ മാക്സി MLA വിഷുക്കൈ നീട്ടം ഏറ്റുവാങ്ങിക്കൊണ്ട് ആഹ്ലാദം പങ്കുവച്ച് ആശാവർക്കർമാർ. തങ്ങളെ സാധാരണയായി ആരും ഇത്തരം പരിപാടികളിലേക്ക് ക്ഷണിക്കാറില്ലെന്നും എന്നാൽ KJ മാക്സി MLA വിഷുക്കൈ നീട്ടം തന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കി. MLA വാഗ്ദാനം ചെയ്ത സൈക്കിൾ ഉടൻ നൽകാൻ കഴിയട്ടെ എന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കി. ആശാപ്രവർത്തകരുടെ പ്രതികരണങ്ങളിലേക്ക്. വിഷുക്കൈ നീട്ടം എല്ലാവർക്കും കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമില്ലാതില്ല. ഞങ്ങൾക്ക് ആരും ഇങ്ങനെ തരാനില്ലല്ലോ. പക്ഷെ ആ വിഷമം മാറി മനസ്സ് നിറഞ്ഞ് കൈയും നിറഞ്ഞു. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് ഈ ആശാമാർക്കുള്ള വിഷുക്കൈ നീട്ടം അതിഗംഭീരമായിരുന്നു. ആശാമാരുടെ ഭാഗത്തു നിന്ന് എല്ലാവിധത്തിലുള്ള സന്തോഷവും നന്ദിയുമായി പ്രത്യേകം പ്രകാശിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ആശ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അടുത്തെത്തി പ്രത്യേകിച്ച് ജനങ്ങളുമായിട്ട് ഏറ്റവും സാധാരണക്കാരുമായിട്ട് ഇടപഴകി നിൽക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ആശ. ആശ എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ ഉണ്ട്, ഒരു നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയാണ് ആശ. ആ ആശാ വർക്കർമാരെ, ആശാ പ്രവർത്തകരെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ജനകീയ MLA എല്ലാ വിധത്തിലുള്ള വിഷു കൈത്തട്ടമായിട്ട് നമുക്ക് ഈ ഉപഹാരം തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ വിഷുവായിട്ട് ഒരു റിക്വസ്റ്റ് കൂടി ഞങ്ങളുടെ MLA പറഞ്ഞിട്ടുണ്ട്, സൈക്കിള് തരാമെന്ന്. അതും വളരെയധികം സന്തോഷമുണ്ട്. ഉടനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അതെത്രയും വേഗം നമുക്ക് തരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് ദൂരമൊക്കെ പോയിട്ടുള്ള ഒരുപാട് ദൂരം പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ഏരിയയിൽ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. എൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടമ്പേരി ആണെങ്കിലും ഞാൻ വാലുമേലൊക്കെയാണ് എൻ്റെ ഏരിയയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഒരു നടത്താണ് പോകണത് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ ആശ്രയിക്കണം. അപ്പോൾ ഇതുപോലെ മട്ടാഞ്ചേരി ആശുപത്രിയിൽ പോകണമെങ്കിലും ഇവിടെ നിന്ന് മുണ്ടമ്പേരിയിൽ നിന്ന് പോകണം. അപ്പോൾ ഇതൊരു സൈക്കിൾ കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം ഞങ്ങൾ സൈക്കിൾ ചവിട്ടും. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.